ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ സ്വപ്നയാത്രയുടെ ആദ്യത്തെ ഡേ ആണ് കേട്ടോ. ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ തരുന്ന യാത്രയുടെ ആദ്യത്തെ ദിവസമാണ്. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ച് റെഡിയായി അങ്ങനെ ഉലാത്തിക്കൊണ്ട് കിടക്കുകയാണ്. കാരണം എനിക്ക് എന്തോ മനസ്സിനൊരു ഒരു വല്ലാത്ത ഒരു ഭാരം പോലെയായിരുന്നു ഫുൾ. കാരണം ഫാമിലിയൊന്നും ഇല്ലാത്ത ആദ്യത്തെ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം തരുന്ന ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ തന്നെ ഒരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. ടെർമിനൽ മാറി കയറിയിട്ട് നമ്മൾ പിന്നെ വീണ്ടും അവിടെ നിന്നൊക്കെ ഇട്ടും പറക്കിയെടുത്ത് അടുത്ത ടെർമിനലിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ കൊച്ചിനെ, കരയാത്ത കൊച്ചിനെ ഞാൻ കരയിപ്പിക്കുന്ന രംഗമാണ്. എനിക്ക് നല്ല വിഷമമുണ്ട് അവനെ കെട്ടിപ്പിടിപ്പിക്കുമ്പോഴെല്ലാം. പക്ഷെ ഞാൻ എൻ്റെ ഹാപ്പി ഫേസ് കാണിച്ച് മാത്രമേ അങ്ങനെ അവൻ ഇരിക്കത്തുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനും കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും ചെറിയതായിട്ട് വിഷമം തുടങ്ങി. കാരണം 10-15 ദിവസത്തെ നീണ്ട ഒരു യാത്രയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. പലപ്പോഴും റേഞ്ചും കാര്യങ്ങളും കിട്ടത്തുമില്ല വിളിക്കാനുമായിട്ട്. അപ്പോൾ പലപ്പോഴും കാണാനും പറ്റത്തില്ല. അങ്ങനെ എയർപോർട്ടിലേക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് കയറുമ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കെപ്പോഴും എൻ്റെ മനസ്സ് വീട്ടിലോട്ട് തന്നെയായിരുന്നു. കാരണം 15 ദിവസം എങ്ങനെ പോവും, എന്താണ് ഏതാണ് എന്നൊന്നും അറിയത്തില്ല. കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നേ. എയർ ഇന്ത്യയിലാണ് പോയത്. നമ്മൾ ട്രിവാൻഡ്രം ടു ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ എയർ ഇന്ത്യയിൽ ആദ്യം കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ന്യൂഡിൽസ് പ്ലസ് ചിക്കനും കൂടെ ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷനായിരുന്നു. എന്തോ പറയുന്നുണ്ടായിരുന്നു അവർ, പേര് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഡൽഹി എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിത് ഓരോ എപ്പിസോഡ് വൈസ് ഇടാം കേട്ടോ. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.